ഒരു RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു RSSന്റെ എന്തോ ഫസ്റ്റ് മീറ്റിങ്ങിൽ പോയപ്പോഴേ പിന്നെ ഓഫീസേഴ്സ് എന്നെ അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഓഫീസർമാർ അങ്ങനെയൊക്കെയാണ് ഈ വാക്കുകൾ വന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് സംശയം വന്നത്. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇയാളുടെ ഈ പറയുന്ന വിൽപ്പത്രമൊന്നും ഇല്ല, പക്ഷേ ഇയാൾ ഒരു കുറിപ്പ് എഴുതി വെച്ചേക്കുന്നത് എൻ്റെ കാറ് അളിയന് കൊടുക്കണം. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് RSS ഇതിനെതിരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. RSS മറുപടി പറയേണ്ട സമയമല്ലേ? RSS ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്? പക്ഷെ ഇത് വലിയൊരു ആരോപണം. ഞാൻ ചോദിക്കട്ടെ, RSSനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഒരുപാട് പേര് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് പല കാര്യത്തിൽ. ഏതെങ്കിലും വിഷയത്തിൽ ഒരു പത്രപ്രസ്താവന RSSന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. RSSന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള RSSൻ്റെ ജോലിയല്ല. RSSൻ്റെ പ്രവർത്തകർ അവരിൽ അർപ്പിതമായിരിക്കുന്ന ജോലി അതൊരു സന്നദ്ധ സംഘടനയാണ്. ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലോകത്ത് അവരെ പുകഴ്ത്തുന്നവരുണ്ട്. ഇപ്പോൾ എത്രയോ ആളുകൾ അല്ലേ, ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ. RSS എന്ന് പറയുന്ന സംഘടന 100-ാം വർഷത്തിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ RSSനെ പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ RSSനെ കുറിച്ച് RSS ഒരു ഭീകര സംഘടനയാണ്, ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തി ഭ്രൂണം വലിച്ചെടുത്തവരാണ്, ശാഖയിൽ അന്യമതസ്ഥരെ മുസ്ലിമുകളെ എങ്ങനെ കൊല്ലാമെന്നും മാത്രം പഠിപ്പിക്കുന്നവരാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഈ പ്രിയങ്ക് ഖാർഗെ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ, അയാൾ ഇപ്പോൾ RSSനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് RSSനെ ഒന്നും ഇല്ലാതാക്കിക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അനന്തു അജി എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത്. IT പ്രൊഫഷണലാണ്. ഓരോ മരണവും നിർഭാഗ്യകരമാണ്, പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അതിലേറെ സങ്കടകരമാണ്. അതപ്പോൾ നിൽക്കട്ടെ, അദ്ദേഹം പറയുന്നത് എന്താണ്? ശാഖയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു ആണല്ലോ, ശാഖയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. RSSൻ്റെ ഒരു ശാഖയുടെ ഓഫീസ്, ഒരു ശാഖ എവിടെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശാഖയുണ്ട്. ശാഖ എവിടെയാ? ഒന്നീരൊരു അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു തുറസായ സ്ഥലത്ത് കിടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മൈതാനത്ത് ആണല്ലോ RSSൻ്റെ ശാഖ. കേരളത്തിലോ ഇന്ത്യ വിട്, കേരളത്തിൽ എവിടെയെങ്കിലും RSSൻ്റെ ഒരു ശാഖ ഓഫീസ് കാണിച്ചു തരാമോ? കണ്ടിട്ടില്ല ഇതുവരെ. ഇല്ല, RSSൻ്റെ ശാഖയ്ക്ക് ഓഫീസില്ല. ശാഖ എന്ന് പറയുന്നത് തുറസായ സ്ഥലത്ത് ചേരുന്ന ഒന്നാണ്. അപ്പോൾ ശാഖയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അങ്ങനെ സംഭവം നടക്കാൻ അങ്ങനെ സംഭവമേ ഇല്ല. രണ്ടാമത്, ഈ അനന്തു അജിയുടെ അച്ഛൻ RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പ്രവർത്തനമല്ല, ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അമ്മ സംഘത്തിൻ്റെ സ്കൂളിലെ അധ്യാപികയാണ് ഇപ്പോഴും, അത് ഓർക്കണം. അപ്പോൾ സംഘ കുടുംബമാണ്. അപ്പോൾ ഈ അനന്തു 3 വയസ്സ് മുതൽ സംഘത്തിൽ പോയത്. 3 വയസ്സുള്ള കുട്ടികളൊന്നും ശാഖയിൽ എടുക്കാറില്ല. ഏതെങ്കിലും ഒരു ശാഖ 3 വയസ്സുള്ള കുട്ടി പിച്ച വെച്ച് നടക്കുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു LKG 4 വയസ്സെങ്കിലും ആവണം അല്ലേ? അത്തരത്തെ കുട്ടികൾ ശാഖയിൽ പൊതുവെ ചിലരൊക്കെ ഈ RSSൻ്റെ ഇപ്പം 100-ാം വാർഷികം വന്നപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഗണവേഷം ധരിപ്പിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷത്തിന്, അവരുടെ ഒരു കൗതുകത്തിന്, അവരുടെ വാത്സല്യത്തിന്, അല്ലെങ്കിൽ സംഘത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേഷമൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. അത് അവരുടെ ഒരു നിയോഗമാണ്. അതല്ലാതെ ഏതെങ്കിലും ശാഖയിൽ 3 വയസ്സുള്ള കുട്ടി ശാഖയിൽ പോകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കാറില്ല. ഇനി ശാഖയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ആ ശാഖയുടെ ചുമതലക്കാരനാരാണെന്നറിയോ? അനന്തുൻ്റെ അച്ഛനായിരുന്നു. ശാഖയുടെ അദ്ദേഹം സംഘത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ആ പ്രദേശത്തുള്ള ശാഖയിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിലാണോ മകൻ പീഡിപ്പിക്കപ്പെട്ടത്? ഇനി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്, പീഡനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശാരീരികമായിട്ടോ ഉപദ്രവം. ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞാലും അതൊരു പീഡനമാണ് അല്ലേ? ഞാൻ നിങ്ങളെ ഒരു പേപ്പർ ചുരുട്ടി എറിഞ്ഞാലും ഒരു പീഡനമാണ്. ഇനി വന്ന് പീഡനത്തിന് ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസ് എന്നുള്ള അർത്ഥം വന്നുപോയി. പക്ഷേ പീഡനത്തിൻ്റെ മീനിങ് അല്ല. ഈ IT പ്രൊഫഷണലായ അനന്തുവിന് നല്ല ഒന്നാം തരത്തിൽ ഇംഗ്ലീഷ് എഴുതാൻ അറിയാം. പക്ഷേ ഇത് നോക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന തരത്തിൽ ഇൻസ്റ്റയിൽ വന്ന ഭാഷയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആകെ 5-6 പോസ്റ്റുകൾ മാത്രമേ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ളൂ. അതിൻ്റെ മുൻപുള്ള ഇൻസ്റ്റ പോസ്റ്റുകളുടെ ഭാഷയല്ല അതിനകത്ത്. നല്ല ഒന്നാം തരം ഇംഗ്ലീഷ് പറയാറുള്ള ഒരാൾ ഇത് എഴുതിയിരിക്കുന്നത് ഒരു വല്ലാത്ത ഭാഷയിലാണ്. മംഗ്ലീഷൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്ക് എന്തിനാണ് ഈ മംഗ്ലീഷ് വരുന്നത്? മാത്രമല്ല
ഇത് മാത്രം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് മേ ബി ഒരു വീഡിയോ ഇത് കഴിഞ്ഞ് വരും എന്ന് പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾ പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ വരും. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വീഡിയോ വരിക? ഒരിക്കലും വരാൻ സാധ്യതയില്ല. വരും, ഉറപ്പായിട്ടും വരും. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞും വീഡിയോ വരും. എങ്ങനെയാണെന്നറിയോ? പാസ്വേഡ് മറ്റാളുടെ കയ്യിലുണ്ടെങ്കിൽ വരത്തില്ലേ? ഇൻസ്റ്റയുടെ പാസ്വേഡ്. അപ്പോൾ ആത്മഹത്യക്ക് ശേഷവും ഒരു വീഡിയോ വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യക്ക് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞതിനർത്ഥം ഇതിൻ്റെ പാസ്വേഡ് മറ്റൊരാൾക്ക് അറിയാം എന്നാണ്. ഇനി നോക്കൂ, അതിൻ്റെ എഡിറ്റ് ഹിസ്റ്ററി നോക്കൂ, എത്ര തവണ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അനന്തുവിൻ്റെ പോസ്റ്റുകൾ നിരന്തരം എഡിറ്റ് ചെയ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് അനന്തുവിൻ്റെ മുൻ പോസ്റ്റുകളുടെ ഭാഷ അല്ല അതിനുണ്ടായിരുന്നത്? എങ്ങനെ വന്നാലും നമ്മൾ എഴുതുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. നമ്മളൊരു സാധനം എഴുതിയാൽ സ്ഥിരമായി നമ്മളെ വായിക്കുന്ന ഒരാൾക്കറിയാം അയാളുടെ ശൈലി, ഭാഷാപ്രയോഗം ഒക്കെ അറിയാമല്ലോ. അതല്ലാതെ വരുമ്പോഴത്തേക്ക് ഒരു സംശയം വരാം, വല്ലാത്ത ദുരൂഹതയും. ഒന്ന് നമ്മൾ ശാഖ എന്ന് പറയുന്നത് പൊളിഞ്ഞു പോയി. പിന്നെ ഈ RSSൻ്റെ വിവിധ ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളും നടക്കുന്നത് ഏതെങ്കിലും സ്കൂളുകളിലൊക്കെയാണ്. അവിടെ ക്യാമ്പുകളിൽ മിനിമം ഒരു 100 പേരെങ്കിലും ഉണ്ടാവും. അതിനിടയ്ക്ക് എവിടെയാണ് ഈ പറയുന്ന പീഡനം ഉണ്ടാവുക? ഇനി പീഡനത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നത് ദണ്ഡ കൊണ്ടടിച്ചു, ദണ്ഡയ്ക്ക് തല്ലി, കരണത്തടിച്ചു എന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. പീഡനം എന്ന് പറയുന്നത് ആരോ ദണ്ഡ കൊണ്ടടിച്ചു, കവിളത്തടിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ സംഘത്തിൻ്റെ ശാഖയുടെ ചുമതല ഉണ്ടായിരിക്കെ അത് ഒന്നെങ്കിൽ ചിലപ്പോൾ അച്ഛനായിക്കൂടെ. ഇനി മറ്റൊന്ന് നോക്കണം, ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു 6 വർഷം മുമ്പ് മരിച്ചുപോയി. പിതാവ് 6 വർഷം മുമ്പ് മരിച്ചുപോയി. ആ മരണം എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെക്കുറിച്ചും ചില ആളുകൾ ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയൊരു ട്രാജഡി ഉണ്ടായി അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് അമ്മു എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയെ അൻസിൽ ബഷീർ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് കല്യാണം കഴിച്ചത്. RSSകാരൻ്റെ കുടുംബം, അച്ഛൻ RSS, മകൻ RSS, അമ്മ സംഘത്തിൻ്റെ സ്കൂളിൽ ചെയ്യുന്നു. ആ വീട്ടിലെ പെൺകുട്ടി മുസ്ലിമിൻ്റെ കുടുംബം. എവിടുത്തെ മുസ്ലിമാണ്? ഈരാറ്റുപേട്ടയിലെ. ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, സ്ഥലം മോശമായതുകൊണ്ടല്ല. അവിടെയാണ് ഇപ്പോൾ പല രാജ്യത്തെ തന്നെ നടുക്കിയ പല കേസുകളിലെയും പ്രതികൾ ഒളിവിലിടുന്ന സ്ഥലമാണ്. ഇത്തരം തീവ്ര ചിന്താഗതികളുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ നിന്നാണ് ഈ പെൺകുട്ടിയെ മറ്റ് സാധാരണ പറയുന്ന ഭാഷയപ്പെട്ട ലവ് ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പോൾ 2 ദുരന്തങ്ങൾ അനന്തുവിൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അനന്തു ശ്രീധരത്തിനെതിരാണ്. ശ്രീധരത്തിനെതിരായ അനന്തു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗ്ലാൻസ കാർ അമ്മൂന് അല്ലെങ്കിൽ അൻസിൽ ബഷീറിന് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു കോൺട്രഡിക്റ്റ് അറിയില്ലേ? സ്ത്രീധനത്തെ എതിർക്കുന്ന ആൾ സ്ത്രീധനം കൊടുക്കുന്നു. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് അമ്മൂനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൃത്യമായി ആർക്കൊക്കെ എന്ന് വ്യവച്ഛേദിച്ച് നിർവചിച്ച് തീരുമാനം ഉറപ്പിച്ച അനന്തു എന്തുകൊണ്ടാണ് ഇനി തന്നെ ആരെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗന്ധം ഞാൻ അറിയുന്നുണ്ടെന്നവരൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഗന്ധം അച്ഛൻ്റെ ഗന്ധമായിരിക്കും. അങ്ങനെ ഗന്ധം പോലും അറിയാവുന്നുള്ള ഒരാളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഒരു പേരിട്ട് ബാക്കി എല്ലാവരുടെയും പേരുകൾ അറിയാം? എന്നാൽ തൻ്റെ മരണത്തിന് കാരണമായ പീഡനമാണ് തൻ്റെ പ്രശ്നമെങ്കിൽ അതിന് കാരണക്കാരനായ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? എന്തിനാണ് അയാളെ സംരക്ഷിക്കുന്നത്? അയാളുടെ പേര് പറയാതെ അയാളെ സംരക്ഷിക്കുകയും ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് മോശമാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് ആരുടെ ഒരു അജണ്ടയാണ്? RSSൻ്റെ പേരിൽ ഇങ്ങനെ പറയണം. കാരണം നമ്മുടെ നാട്ടിൽ സംഘത്തെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം അത് അസംഭവിക്കുക. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചർച്ചയാവാത്തത്? ശാഖയിൽ ഇങ്ങനെ നടക്കില്ല എന്ന് ശാഖ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ആഴ്ചയിൽ ഒരു 4 ദിവസവും പത്രത്തിൽ വാർത്ത വരുന്നുണ്ട് മദ്രസ പീഡനം, അല്ലേ? അതെ. മദ്രസയിലെ പീഡനത്തിൻ്റെ വാർത്തയില്ലാത്ത ഒരു മാസവും കേരളത്തിലില്ല. മദ്രസയിൽ പീഡിപ്പിക്കപ്പെടുന്നത് പെൺകുട്ടികൾ പീഡിപ്പിക്കുന്നുണ്ട്, ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കളിയാക്കി തന്നെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞൊരു പ്രയോഗം പോലും ഉണ്ട്, അല്ലേ? നമ്മളിത് റിയാലിറ്റിയാണ്. എന്നാൽ ഈ മദ്രസയിൽ നടക്കുന്ന ബാലപീഡനം അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ നാട്ടിലെ ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ മരമുറി ചാനൽ വലിയ കാര്യത്തിൽ ഈ അനന്തുവിൻ്റെ മരണം RSSൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവർ ഇക്കാലത്തത്രയ്ക്കും
അത്രയും ഒരു ദിവസമെങ്കിലും ഈ കേരളത്തിൽ നടക്കുന്ന മദ്രസ പീഡനങ്ങളെ എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് മദ്രസയിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ബാലൻസിങ് സാധനം വേണമായിരുന്നു. അതായത് ഈ കുടുംബം RSS കുടുംബമാണ്. അവിടെ നിന്ന് അവിടുത്തെ പെൺകുട്ടിയെ നമ്മൾ പിടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു. പിടിച്ചോണ്ട് പോയി എന്നുള്ളത് വേണ്ട, ആ പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് സ്വന്തമാക്കി. ഇപ്പോൾ ഉറപ്പായിട്ടും ഈ അമ്മു ഇപ്പോൾ ജീവിക്കുന്ന ഒരു പക്ഷേ മറ്റൊരു പേരിൽ മറ്റൊരു മതവിശ്വാസ പ്രകാരമായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇനി വേണ്ടത് ബാക്കിയുള്ള ആളുകളെ കൂടെ ഈ പാതയിലേക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഹാദിയയുടെ കഥയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് പക്ഷേ ഇങ്ങനെയുള്ള ചില അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീടിനടുത്താണ് ഒരു NIA കേസിലെ പ്രതികളെ താമസിപ്പിച്ചത്. ഇതെല്ലാം കണക്ട് ചെയ്ത് വെക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ സംഘത്തെ സംബന്ധിച്ച് സംഘം ഒരു തുറന്ന പുസ്തകമാണ് അല്ലേ? RSSൻ്റെ ശാഖയോ ഇപ്പോൾ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ ക്യാമ്പുകളിലൊക്കെ പോകുന്ന OTCക്കൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ വീട്ടുകാർക്ക് വരാം, അവിടെ വന്ന് കാണാം. ഈ ക്യാമ്പുകൾ കാണാൻ ആളുകൾ വരും. RSSനോട് സ്നേഹമുള്ള അനുഭാവമുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ കാണാൻ പറ്റും. ഇതൊക്കെ തുറന്ന പുസ്തകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വിശ്വ എഴുതിയ ഒരു പോസ്റ്റ് വായിച്ചിരുന്നു. അദ്ദേഹം ക്യാമ്പിന് പോയി രാവിലെ അവിടെ മോഹൻജി ഭാഗവത് അടക്കം പങ്കെടുക്കുന്ന ക്യാമ്പാണ്. അപ്പോൾ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് വീപ്പകളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നിറച്ച് വെച്ച് വെള്ളം കോരി കുളിക്കുകയാണ്. കുളിക്കുമ്പോൾ ഒരാളടുത്ത് ഒരു കാവ്യ മുണ്ട് കൊടുത്ത ഒരാളടുത്ത് വന്നു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് വെള്ളം കോരി കുളിച്ചു. എവിടെയോ ഒരു പരിചയം ഉണ്ടല്ലോ എന്ന് തോന്നി, കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എല്ലാവരും നിലത്തിരിക്കുകയാണ്. നിലത്ത് പാത്രം വെച്ച് നിലത്തിരിക്കുന്നു. മോഹൻജി ഭാഗവത് എന്നുള്ള സർസംഘ ചാലകം ഉൾപ്പെടെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട് നേരത്തെ കുളിക്കുന്നിടത്ത് വെച്ച്, അതായത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ നിന്ന് വെള്ളം കോരി തുറന്ന സ്ഥലത്ത് നിന്ന് ക്യാമ്പിൽ കുളിച്ചിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളെ അദ്ദേഹം തൊട്ടടുത്ത് മോഹൻജി ഭാഗവതിൻ്റെ അടുത്തിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുമ്പോൾ അത്ര പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹമാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന സോഹോ എന്ന് പറയുന്ന ഇന്ത്യൻ IT ഭീമനായ കമ്പനിയുടെ ഉടമസ്ഥ ശ്രീധർ വെമ്പുകാരൻ. മനസ്സിലായില്ലേ? അപ്പം സംഘത്തിൽ അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ, എല്ലാവരും അവിടെ മറകളില്ല, തുറന്ന പുസ്തകം പോലെയാണ്. ചെറുപ്പം വലുപ്പം അങ്ങനെ ഒന്നുമില്ല. അവിടെയാണ് പീഡനം നടന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു പ്ലോട്ടിൻ്റെ ഭാഗമാണ്. ഇതിനെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല, ഇത് കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ബഹളം വെച്ചെങ്കിലും കേരളത്തിൽ ഇതൊരു ചർച്ചയായില്ല. ചർച്ചയാവാത്തതിന് കാരണം ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി BJP ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇത് വലിയ വിവാദ വിഷയമായി ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇതാരും ഏറ്റെടുക്കാത്തതിന് കാര്യം അറിയാമോ? സംഘത്തിനെ എല്ലാവർക്കും അറിയാം. കാരണം സംഘം മറുപടി പറയേണ്ട കാര്യം, ഇതൊരു തുറന്ന പുസ്തകമാണ്. എല്ലാവരും സംഘം എന്താണ്, RSS എന്താണ്, RSSൻ്റെ ശാഖ എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറുപടി പറയേണ്ട സമൂഹം തന്നെ സ്വയം ഇതിനെ പുച്ഛിച്ച് തള്ളും. അതുകൊണ്ടാണ് സംഘം മറുപടി പറയാത്തത്. അപ്പോൾ ഇതിനകത്തൊരു വല്ലാത്ത ദുരൂഹതയുണ്ട്. ഈ അവസാനത്തെ ഒരു ഫോൺ സന്ദേശമായിട്ട് പറയുന്നത് അനന്തുവിനെ വിളിക്കുമ്പോൾ, അനന്തു സംഘമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിരുന്നു കേട്ടോ. സംഘമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാലമായിട്ട് സംഘത്തിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരാളാണ്. അവസാനം വിളിക്കുമ്പോൾ ഫോണിൽ പറഞ്ഞത് ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ മദ്യപിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, അപ്പോൾ ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ആരുടെ കൂടെയായിരിക്കും മദ്യപിച്ചിരുന്നത്? അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം കുറേ കാലമായി OCD എന്ന് പറയുന്ന മാനസിക അസ്വസ്ഥതയ്ക്ക് ചികിത്സയിലായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മളൊന്ന് വായിക്കണം. വായിക്കുമ്പോൾ വളരെ കൃത്യമാണ്. അനന്തു അജി ആത്മഹത്യ ചെയ്തു. ഇനിയിപ്പോൾ അത് കൊലപാതകമാണോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പ്രതി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു കള്ളമുണ്ടാക്കുക, അതിൻ്റെ ആളെ പറയാതിരിക്കുക, എന്താ പറയുന്നുണ്ട്. RSS എന്ന് പറയാൻ, ശാഖ എന്ന് പറയാൻ ഒരു വഴിയില്ല, ബാക്കിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സംഘത്തിന് ഈ 100ാം വാർഷികം ആഘോഷിച്ച് ലോകത്തെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റി കേരളത്തിലും സജീവ ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ഒന്ന് കരിവാരി പൂശുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അത് പലതവണ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയാൽ തന്നെ ഭാഷയുടെ കാര്യത്തിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, എൻ്റെ മരണത്തിന് ശേഷവും വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു പ്ലോട്ടുണ്ട്. അടിമുടി ദുരൂഹതയാണ്. ഇത് RSSനെ മോശമാക്കാൻ വേണ്ടി ഈ അനന്തു അജിയുടെ മരണത്തെ
ആരോ വളരെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ട്. അത് RSSനോട് വലിയ പകയുള്ള ആളാണ്. ആ പകയുള്ള ആളെ ഒരു പക്ഷേ ആ വീട്ടിൽ തന്നെ കണ്ടെത്താം. ഏതായാലും ഒരാളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കും. ഇപ്പോൾ സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടാവും, ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വെച്ചൊന്നും അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയും. എന്നൊക്കെ എല്ലാ പേരുകളും പറയുന്ന ആൾക്ക്, എല്ലാം കൃത്യമായി ഓർത്തെടുക്കുന്ന ഒരാൾക്ക് എന്തിനാണ് തന്നെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നും എന്ന് മാത്രം പറഞ്ഞ് അയാളെ സംരക്ഷിക്കുകയും ആ പ്രസ്ഥാനത്തെ മോശമാക്കാൻ നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തായാലും മരിക്കാൻ പോകും, പിന്നെ പേര് തുറന്നു പറഞ്ഞാൽ പ്രശ്നമില്ല. അതെ, അത് അപ്പം മരിക്കാൻ പോയ അനന്തു ആണോ ഈ ഇൻസ്റ്റാ പോസ്റ്റ് എഴുതിയത്? അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അതിനെ ഈ തരത്തിലാക്കിയതാണോ? ഇതെല്ലാം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. ഏതായാലും ഇതിന് RSS മറുപടി പറയാൻ പോകുന്നില്ല. RSS ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് RSS. അത് അനുസ്യൂതം ഒരു മഹാപ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനെ ഏതെല്ലാം തരത്തിൽ പരാജയപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും വില കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇതാദ്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ ചില സ്ഥാപിത താല്പര്യങ്ങളുള്ള റിപ്പോർട്ടർ എത്ര കാർഡ് ചെയ്തെന്നറിയോ? അതുമായി ബന്ധപ്പെട്ട് കുറേ കാർഡ് ചെയ്തു. കാരണം അവരുടെ താല്പര്യമാണ്. അങ്ങനെ ദേശാഭിമാനി 1-ാം പേജിൽ വാർത്ത കൊടുത്തു. പാർട്ടി ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ പരാതി പറഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഏരിയ കമ്മിറ്റി കൂടി LCD പ്രൊജക്ടർ വെച്ച് കണ്ട പാർട്ടിയാണ്. പിന്നെ പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ CPMൻ്റെ ഒരു സദാചാര ബോധവും ഒക്കെ നമുക്കറിയാമല്ലോ, നമ്മളതേക്കുറിച്ച് പറയണ്ട. ആ കോൺഗ്രസ്സുകാരെ കുറിച്ചും പറയണ്ട. എന്നാലും കോൺഗ്രസ്സുകാരൊന്നും കാര്യമായിട്ട് പറയുന്നില്ല, കാരണം ഇതൊരു ഫേക്കാണെന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ ചില ചാനലുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം വേറെയാണ്. കാരണം ED വന്ന് ഒരു തവണ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഇപ്പോഴും ബാക്കിയുണ്ടാവും. അതിന് കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് കരുതുന്ന, അല്ലാതെ താൻ കാണിച്ച തമ്മാടിത്തരം കൊണ്ടാണ് ED വന്നതെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലർക്ക്, അല്ലെങ്കിൽ താൻ തമ്മാടിത്തരം കാണിച്ചാലും എന്നെപ്പോലെ ഒരു ധനാഢ്യൻ, ഒരു മാന്യനെന്ന് ഭാവിക്കുന്ന ഒരാളെ, ഇത്ര ഇഷ്ടം പോലെ സമ്പത്തുള്ള ഒരാളുടെ വീട്ടിലേക്ക് ED വന്ന് കയറാമോ എന്നൊക്കെ ചോദിക്കുന്ന, കാശുണ്ടെങ്കിൽ എന്തിനേയും തടഞ്ഞു നിർത്താൻ കഴിയുമെന്നുള്ള ബോധ്യമുള്ള ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പക ബാക്കി കിടക്കും. അതിനു വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തി കളയാം എന്നൊക്കെ ചോദിക്കുന്നവർ, എന്നൊക്കെ കരുതുന്നവർ വിഡ്ഢികളുടെ ലോകത്താണ്. പട്ടി എത്ര കുറയ്ക്കും, പഠിപ്പുര തുറക്കുമോ? ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.